മരുന്നുകൾക്കിനി അമിതവില നൽകേണ്ട. പാഞ്ഞാൾ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് 50% വരെ വിലക്കുറവ്. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10 മുതൽ 15% വരെ കിഴിവ് വേറെയുമുണ്ട്. പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് BAMS MBBS എല്ലാ ദിവസവും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ ഇവിടെ പരിശോധിക്കുന്നു. ന്യൂ നന്മ മെഡിക്കൽസിലെത്തുക. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് കേരള മഹിളാ സംഘം തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധരണയും സംഘടിപ്പിച്ചു. അർഹരായവർക്ക് ആനുകൂല്യം ഉറപ്പാക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കുന്ന തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിന്റെ തെറ്റായ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പദ്ധതിക്ക് അപേക്ഷ സമർപ്പിക്കാൻ ഹരിത കർമ്മസേനയിൽ തുക അടയ്ക്കണമെന്ന പഞ്ചായത്തിന്റെ തെറ്റായ നിർദ്ദേശം പിൻവലിക്കണമെന്ന് NFIW ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം മഹിളാ സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ലിനി ഷാജി നിർവഹിച്ചു. കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിളിക്കാൻ കാരണം ഇവിടുത്തെ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അതുപോലെ ഉച്ചനീചത്വം തുടങ്ങിയുള്ള സാമൂഹിക വിപത്തുകൾ കണ്ടുകൊണ്ടാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പല BJP-കാരും ഇപ്പോൾ സ്വാമി വിവേകാനന്ദന്റെ വിപ്ലവകാരിയായ BJP-കാരനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്വാമി വിവേകാനന്ദൻ ഒരിക്കലും ഒരു BJP-കാരനോ RSS-കാരനോ ഒന്നുമല്ല. അദ്ദേഹം അത് കേരളത്തിൽ വന്ന് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഇവിടുത്തെ ജാതി വ്യവസ്ഥയാണ്. നമ്മുടെ ഇവിടുത്തെ സ്ത്രീകൾക്ക് സ്വന്തമായി വസ്ത്രം ധരിക്കാനുള്ള അവകാശമോ, പുരുഷന്മാർക്ക് കുഞ്ഞൊരു കീറത്തോർത്ത് ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തമായി ഭൂമിയോ സ്വന്തം മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും മര്യാദയ്ക്ക് കൊടുക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ, തനി മൃഗങ്ങളെക്കാൾ വളരെ വിഷമത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം ആളുകളുടെ ജീവിതം വിഷമം കണ്ടുകൊണ്ട് ഇത്തരം ആളുകളെ പുനരുദ്ധരിക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിലുള്ള ജനനായകന്മാർ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്നവരാണ്. അവരുടെ പേരാണ് കമ്മ്യൂണിസ്റ്റുകാർ. കമ്മ്യൂണിസ്റ്റുകാർ നിരവധി പ്രവർത്തനത്തിലൂടെ ഒരുപാട് നവോത്ഥാന നായകന്മാരുണ്ട്. അയ്യങ്കാളി പോലെയുള്ള നവോത്ഥാന നായകന്മാർ, ശ്രീനാരായണ ഗുരു, അവരൊക്കെ നിരവധി പോരാട്ടങ്ങളിലൂടെയാണ് നമ്മുടെ കേരളത്തിലെ ഇത്തരമൊരു നമുക്കൊരു ചുറ്റുപാട് നിന്ന് സംസാരിക്കുന്നതിനും ഇവിടെയുള്ള എല്ലാ ആളുകൾക്ക് തുല്യമായ രീതിയിലുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്തെ തുല്യമായുള്ള നീതി നടപ്പിലാക്കിക്കൊണ്ട് ഇവിടെ ഒരു എല്ലാവരും കൂടി നവോത്ഥാനം, എല്ലാവരും കൂടി നാനാത്വത്തിൽ ഏകത്വം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു ജനകീയ സംവിധാനം നമ്മുടെ ഇന്ത്യയിൽ തന്നെ വന്നത്. ആ ജനകീയ സംവിധാനം വന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, 15 വർഷം ഇപ്പോൾ നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഭരണം ഭരിച്ച് ഇവിടെ ജനങ്ങളെ ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവിടുത്തെ ജനങ്ങളെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ഡലം സെക്രട്ടറി ശ്രീജ സത്യൻ, പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ, ട്രഷറർ സ്മിത, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മധു ആനന്ദ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അർഹരായ സ്ത്രീകൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കുന്നതിന് തടസ്സമാകുന്ന നിബന്ധനകൾ നീക്കം ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. അവരുടെ കണ്ണീരൊന്ന് ഒപ്പുന്നതിന് വേണ്ടി സാധാരണക്കാരന് വേണ്ടി ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി 1000 രൂപ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള അമ്മപെങ്ങന്മാർക്ക് ലഭിക്കുന്നതിന്, അതും പാവപ്പെട്ട നിർധനരായ അമ്മപെങ്ങന്മാർക്ക് ലഭിക്കുന്നതിന് വേണ്ട ലോകത്തിന് തന്നെ മാതൃകയായ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ കേരളത്തിലെ ഒരു പഞ്ചായത്തിലും ഇല്ലാത്ത വിധത്തിലുള്ള നിബന്ധന തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ട് ഈ പാവപ്പെട്ട അമ്മപെങ്ങന്മാരെ എങ്ങനെയാണോ ബുദ്ധിമുട്ടിക്കുക എന്ന് കൃത്യമായി കാണിച്ചു തരികയാണ്. ഒരു കാരണവശാലും CCV ന്യൂസ്, തിരുവല്ലോമല.